പൊന്നൂസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഇലയടയാണ്. അതിനുവേണ്ടി കുറച്ച് വട്ട ഇല ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. പൊന്നൂസ് ചാനലിലെ റെസിപ്പികൾ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇലയട ഉണ്ടാക്കാനായി ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു വച്ചിട്ടുണ്ട്. ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ ഈ പരുവത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. മാവ് ഇവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഇലയുടെയും തുമ്പിങ്ങനെ എടുത്തു കളയാം. ഓരോ ഉണ്ട മാവെടുത്ത് ഇലയിലേക്ക് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കട്ടി കൂടാതെ വേണം പരത്താൻ. നല്ലതുപോലെ പരത്തിയെടുക്കാം. നൈസായിട്ട് പരത്താം. ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ തിരുമിയതും കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം ഒന്ന് ഇതേപോലെ മടക്കിയെടുക്കണം. അങ്ങനെ ഓരോന്നോരോന്നായി ഇനി ഇങ്ങനെ ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാം ഇങ്ങനെ പരത്തിയെടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിളായും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് റെഡിയായി എടുക്കാം. എല്ലാം ഇവിടെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനായി ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇഡ്ഡലി തട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഓരോന്നായി ഇതിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എടുത്ത് വെച്ച് കൊടുക്കുക.
ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളുടെ ഇലയട ഇവിടെ റെഡിയായി എന്നിട്ടുണ്ട്. പൊന്നൂസ് കുക്കിംഗ് ചാനലിലെ കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി അതെല്ലാം ഒന്ന് ഇല കളഞ്ഞെടുക്കാം. നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇലയട.